എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ സതി VMS DSM. ഇന്നത്തെ നമ്മുടെ വിഷയം പുരുഷന്മാരിലെ വന്ധ്യതയെ പറ്റിയാണ്. ഒരു കാലത്ത് പുരുഷന്മാരിൽ വന്ധ്യത ആരോപിച്ചിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ വന്ധ്യത കാണപ്പെടുന്നുണ്ട്. വന്ധ്യത ഒരു രോഗമായി കണക്കാക്കാറില്ല. ഒരു കാരണവുമില്ലാതെ ഉൽപാദനക്ഷമത കുറഞ്ഞു കാണപ്പെടുന്നില്ല. അപ്പോൾ വന്ധ്യത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ലൈംഗിക ശേഷിക്കുറവ്. അതുമൂലം ബീജങ്ങൾ യഥാസമയം അണ്ഡവുമായി യോജിക്കാതെ വരികയും അങ്ങനെ ഗർഭധാരണം നടക്കാതെ വരികയും ചെയ്യും. രണ്ടാമത്തത് ബീജങ്ങളുടെ പുരുഷ ശുക്ലത്തിലെ ബീജങ്ങളുടെ അളവ് കുറയുക, അവയുടെ ശക്തിക്ഷയം, ചലനശേഷിക്കുറവ് ഇതും കാരണമാണ്. മൂന്നാമത്തെ കാരണം വൃഷണസഞ്ചികൾക്കുണ്ടാകുന്ന പരിക്ക് അല്ലെങ്കിൽ താപപ്രസരണം മൂലം ബീജങ്ങളുടെ ഉൽപാദനക്ഷമത കുറയുന്നു. സാധാരണ ശരീര ചൂടിനേക്കാളും കുറഞ്ഞ ചൂടാണ് വൃഷണസഞ്ചിയുടെ ഭാഗത്ത് വേണ്ടത്. കുറഞ്ഞ ചൂടിലാണ് ബീജങ്ങളുടെ ഉൽപാദനക്ഷമത നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറുക്കമുള്ള പാൻസ്, അടിവസ്ത്രങ്ങൾ മുതലായ അധികം നേരം ധരിച്ചിരിക്കുന്നതുകൊണ്ടും അതുപോലെ ദൂരയാത്ര ചെയ്യുന്നത് കൊണ്ടും അവിടെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അതും ഒരു കാരണമാണ്. വന്ധ്യതയുണ്ടാക്കുന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദ രീതിയ ത്രിദോഷ കോപമാണ് രോഗകാരണമായി പറയുന്നത്. ഇവിടെ വാതപിത്ത കഫങ്ങൾ ദുഷിച്ച ആഹാരവിഹാരങ്ങൾ കൊണ്ട് കോപിച്ച് ശുക്ലത്തെ ദുഷിപ്പിച്ച് വന്ധ്യതയുണ്ടാക്കുന്നതാണ് പറയുന്നത്. ആയുർവേദത്തിൽ പുരുഷ ശുക്ലത്തെ വർദ്ധിപ്പിക്കുന്ന ധാരാളം ഔഷധങ്ങൾ പറയുന്നുണ്ട്. വാജീകരണ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ എന്നാണ് അവയെ പറയുന്നത്. വാജി എന്ന് വെച്ചാൽ കുതിരയ്ക്ക് ലൈംഗിക ശേഷി കൂടുതലാണല്ലോ. അപ്പം ഈ ദ്രവ്യങ്ങളെല്ലാം വളരെ ലൈംഗിക ശേഷി കൂട്ടുന്നതും ശരീരത്തിന് ആരോഗ്യത്തെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ശുക്ലത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതും ആണ്. പ്രധാനമായിട്ടുള്ളവ അമുക്കുരം, നായ്ക്കരണപ്പരിപ്പ്, ഉഴുന്ന്, പാല്, പിന്നെ ഞെരിഞ്ഞിൽ, ശതാവരി മുതലായവയാണ്. അമുക്കുരം, നായ്ക്കരണപ്പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, ഞെരിഞ്ഞിൽ മുതലായവയാണ് പ്രധാന മരുന്നുകൾ. അമുക്കുരം പിന്നെ നായ്ക്കരണപ്പരിപ്പും പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചാണ് ചേർക്കുന്നത്. വളരെ റിസൾട്ട് കണ്ടുവരുന്ന ഒരു മരുന്നാണ്. ധാരാളം രോഗികൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ സ്പേം അനാലിസിസ് ചെയ്യുമ്പോൾ കൗണ്ട് കുറവാണ്, ബീജങ്ങളുടെ ശക്തി കുറവാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന നല്ല റിസൾട്ട് ഇത് കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഇതൊരു അര സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പാലിലാണ് കഴിക്കേണ്ടത്. സാധാരണ അങ്ങനെയാണ് കൊടുക്കാറ്. പിന്നെ രോഗിയുടെ അല്ലെങ്കിൽ ആളിൻ്റെ ശരീരബലം, ആരോഗ്യം, വയസ്സ് എന്നിവയൊക്കെ നോക്കി വേണം ഇത് കൊടുക്കുന്നതിന്. അപ്പോൾ അതൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഈ പൊടി നമുക്ക് അധികം കാലം ഉണ്ടാക്കി വെച്ചിരിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 6 മാസത്തേക്കാണ് ഇതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുക. അപ്പോൾ സാധാരണയായിട്ട് ഞാനിത് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാൽ ഞാനിതിൻ്റെ വിശദമായി ഇതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ മരുന്ന് ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.